നാം ഇന്ന് കേൾക്കുന്ന വാമ്പയർ കഥകളെല്ലാം നമുക്കൊരു ഫിക്ഷൻ ആയിട്ടല്ല തോന്നാറ്. എന്നാൽ ഒരു കാലത്ത് ഒരു ഗവൺമെന്റ് പോലും വാമ്പയർ എന്നത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചിരുന്നെന്ന് പറഞ്ഞാലോ. വർഷം 1725. അന്ന് ഒട്ടോമൻ നിയന്ത്രണത്തിൽ നിന്നും മോചിതനായ സെർബിയ അന്ധവിശ്വാസത്തിലും ഭയത്തിലും മുങ്ങിക്കുളിച്ചിരുന്ന സമയം. അപ്പോഴായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കിസിൻജാവോ എന്ന ഗ്രാമത്തിൽ പീറ്റർ ബ്ലഗോജെവിച്ച് എന്നൊരാൾ മരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് എല്ലാറ്റിന്റെയും ഒരു തുടക്കം മാത്രമായിരുന്നു. എന്നാൽ ഈ പീറ്റർ ബ്ലഗോജെവിച്ചിന്റെ മരണത്തിന് ശേഷം കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ ഗ്രാമത്തിലെ 9 ആൾക്കാർ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. പീറ്റർ തങ്ങളെ രാത്രിയിൽ സന്ദർശിക്കുന്നുവെന്നും ഉറക്കത്തിലൂടെ തങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്നും ചിലർ അവരുടെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം അധികൃതർ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാൻ തീരുമാനിച്ചു. എന്നാൽ മൃതദേഹം പുറത്തെടുത്തത് നാട്ടുകാരും അധികൃതരും എല്ലാവരും ഞെട്ടി. ആ മൃതദേഹത്തിന് അഴുകിത്തുടങ്ങിയതിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവർ കൂടുതൽ ഭയപ്പെടുത്തിയ കാരണം എന്താണെന്നാൽ ആ മൃതദേഹത്തിന്റെ വായുടെ ചുറ്റും മൊത്തത്തിൽ രക്തക്കറകളായിരുന്നു. ഇതൊക്കെ കണ്ട് ഭയന്ന ഗ്രാമവാസികൾ പിന്നെ ഒന്നിനും കാത്തു നിന്നില്ല. ആ ഒരു മൃതദേഹം ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ പൂർണ്ണമായും കത്തിച്ച് നശിപ്പിക്കുകയായിരുന്നു. ഇവിടെ നിന്നാണ് യൂറോപ്പിലെ ആദ്യ രേഖപ്പെടുത്തിയ ഒരു വാമ്പയർ കഥ പറക്കുന്നത്. കൃത്യം ഒരു വർഷത്തിന് ശേഷം വിചിത്രമായ മറ്റൊരു കഥ പുറത്തു വന്നു. മെഡ്ബേഡയിൽ നിന്നും അർണോൾഡ് പവോൾ എന്ന സൈനികൻ വാമ്പയർ ആക്രമണത്താൽ കൊല്ലപ്പെട്ടു. എന്നാൽ അർണോൾഡ് പവോളിന്റെ മരണത്തിന് ശേഷം അവിടെയുള്ള 4 നാട്ടുകാർ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയായിരുന്നു. ഈ ഒരു കാര്യം അവിടെയുള്ള നാട്ടുകാർ കൂടുതൽ ഭയത്തിലാക്കി. അർണോൾഡ് പവോളിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാൻ അധികൃതർ തീരുമാനിച്ചു. എന്നാൽ ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ച അധികൃതർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഈ ഒരു മൃതദേഹവും മുമ്പ് മരിച്ച പീറ്ററിന്റെ മൃതദേഹവുമായിട്ട് വളരെ സാമ്യമായിരുന്നു. ഓസ്ട്രിയൻ പത്രങ്ങളൊക്കെ വാമ്പയർ ഔട്ട്ബ്രേക്കിങ്ങിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. ഈ ഒരു റിപ്പോർട്ടുകളൊക്കെ വളരെ വേഗത്തിൽ തന്നെ ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിലൊക്കെ വ്യാപിച്ചു. എന്നാൽ ഇന്ന് ചരിത്രകാരന്മാർ വിരൽ ചൂണ്ടുന്നത് ആന്ത്രാക്സ് അല്ലെങ്കിൽ ക്ഷയം പോലുള്ള രോഗങ്ങളുടെ ഔട്ട്ബ്രേക്കിലേക്കാണ്. കാരണം ഇത്തരത്തിലുള്ള രോഗങ്ങൾ പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകും. പിന്നെ ഡീകമ്പോസിഷൻ സയൻസ് ഒക്കെ സൂപ്പർ നാച്ചുറൽ ആക്ടിവിറ്റി ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നും ചരിത്രകാരന്മാർ പറയുന്നു. വാമ്പയറുകൾ റിയൽ ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് യുവർ തോട്ട്സ് ബിലോ and thank you for watching.